ഞാൻ ഒരു രോഗിയാണ് എന്ന് പറയണമെങ്കിൽ അതൊരു മടിയില്ല. ഒരു രോഗിയല്ല, 3 അസുഖം പിടിപ്പെട്ട ഒരാളായിരുന്നു. അത് ആദ്യം എനിക്കുണ്ടായ അസുഖം കിഡ്നിയിൽ കല്ലാണ്. ഞാൻ ഒരുപാട് ഡോക്ടർമാരെ സമീപിച്ചു, ഒരുപാട് മരുന്ന് കുടിച്ചു. അത് 2 കിഡ്നിയിലേക്കായി. പിന്നെ അലർജി, അതായത് അലർജി രാവിലെ നീച്ചാൽ നമ്മളിങ്ങനെ ചെരുപ്പിട്ട് ഇങ്ങനെ നടന്നാൽ അപ്പം തുമ്പാൻ തുടങ്ങും, ചെരുപ്പില്ലാതെ നടന്നാൽ. അത് തുമ്പി ലാസ്റ്റ് ബ്ലഡ് വരെ മൂക്കുന്ന് വരും. പിന്നെ പള്ളിയിൽ പോകുന്ന സമയത്ത് അഥവാ പെട്ടെന്ന് തുമ്പി കഴിഞ്ഞാൽ അറിയാതെ മൂത്രം വരെ പോകും. പറയാതെ മടിയില്ല. നമ്മൾ അനുഭവം മറ്റൊരു പറഞ്ഞിട്ട് അതൊരു ഗുണം കിട്ടുകയാണെങ്കിൽ കിട്ടിയിട്ടാണ് പറയാണ്. അതിനടുക്കാണ് 2022 10-ാം മാസം എനിക്കൊരു ബ്ലോക്ക് വന്നു. എൻ്റെ സുഹൃത്ത് ഇവിടെ ഉണ്ട്, എൻ്റെ അളിയനുണ്ട് ഇവിടെ. അങ്ങനെ ഒരു 3 മണിക്ക് എന്നെ കൊണ്ടോട്ടിയിൽ ഹോസ്പിറ്റലിൽ പോയി. എൻ്റെ വീട് ഇതിൻ്റെ ബാക്കിലാട്ടോ, അവൻ പറഞ്ഞുതരാം. 100 മീറ്റർ ഉള്ളൂ ഇതിൻ്റെ ബാക്കിലാണ്, ഹോസ്പിറ്റലിൻ്റെ ബാക്കിൽ. അങ്ങനെ ഞാൻ കൊണ്ടോട്ടി ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പം അവർ ECG കൊടുത്തപ്പോൾ പറഞ്ഞ് കുറച്ച് പ്രശ്നമാണ്, പെട്ടെന്ന് മറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം പറഞ്ഞു. അങ്ങനെ എൻ്റെ സുഹൃത്ത് യാസിർ അടക്കം അളിയനടക്കം പല ഹോസ്പിറ്റലും അവർ ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, കാരണം നമ്മളത് പൈസ ഇല്ല, അപ്പോൾ കോളേജ് മതി എന്ന് പറഞ്ഞു. കോളേജിൽ കൊണ്ടുപോയി ഒരു ദിവസം ICUലും കിടന്നു, 6 ദിവസം വാർഡിലും കിടന്നു. ഒരു 5-8 ഡോക്ടർമാർ എന്നെ തലങ്ങും വിലങ്ങുമായി പരിശോധിച്ചപ്പം സിഗരറ്റ് വലി ഉണ്ടോ ചോദിച്ചു, ഇല്ല. മറ്റു എന്തെങ്കിലും പാനീയങ്ങൾ കുടിക്കലുണ്ടോ ചോദിച്ചു, ഇല്ല. പിന്നെ വീട്ടിൽ ആർക്കെങ്കിലും ഈ അസുഖം ഉണ്ടോ ചോദിച്ചു, അതും ഇല്ല. പിന്നെ എങ്ങനെ വന്ന് എനിക്കറിയില്ല. എനിക്കൊരു സംശയം ഉണ്ട്. എന്ത് ഈ കൊറോണ ഇഞ്ചക്ഷന് ഞാൻ എടുത്തിട്ടുണ്ട്, അത് എടുത്തതിന് ശേഷം എനിക്ക് ഒരു സുഖം കിട്ടിയിട്ടില്ല അന്നത്തെ കാലത്ത്. അപ്പോൾ ഉള്ളത് പറയാം. അപ്പോൾ അതിനോടനുബന്ധിച്ച് എനിക്ക് പല വിഷമങ്ങൾ ഇപ്പോൾ വീണ്ടും ഉണ്ട് കാരണം. അപ്പോൾ അവർ പറഞ്ഞു 1.5 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം എന്ന് പറഞ്ഞ് എനിക്ക് 1.5 മാസത്തെ അവധി തന്നു. അതിന് ശേഷം ഞാൻ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്നെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ എൻ്റെ സുഹൃത്ത് യാസിർ എന്ന ആളോട് പറഞ്ഞ്, തങ്ങളെ ഞാനൊരു വസ്തു ഇങ്ങനെ ഇതിൻ്റെ പേര് എനിക്ക് പറയാനില്ല, ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് കുഴപ്പമില്ല, ഞങ്ങളൊന്ന് വാങ്ങിക്കൊള്ളി പറഞ്ഞ്. അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരം അദ്ദേഹത്തിൻ്റെ പൈസ തന്നിട്ട് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് തന്നു. ഒരു 14-ാമത്തെ ദിവസം എന്ന് പറയാൻ ഓർമ്മ എനിക്ക്. നമ്മളിപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നെഞ്ഞിൻ്റെ ഈ ബ്ലോക്കിൻ്റെ കാര്യങ്ങളെക്കാൾ ശ്രദ്ധിക്കുക, മറ്റുള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കി, കിഡ്നിയിൽ കല്ലും അലർജിയൊക്കെ ഒഴിവാക്കി. പക്ഷെ ആദ്യം എനിക്ക് രാത്രി ഒരു 3 മണിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടി, ഒരു പ്രത്യേക മൂത്രമൊഴിക്കാൻ മുട്ടൽ, ഒരു വേദനയോട് കൂടിയുള്ള മൂത്രമൊഴിക്കാൻ മുട്ടലൊക്കെ ഉണ്ടായി. അപ്പോൾ എന്താ സംഭവം അറിയില്ല. അപ്പോൾ ഈ കിഡ്നിയിലെ കല്ല് പൊടിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിന് ശമനം കിട്ടി. ഭയങ്കര ഊരവേദനയാണ്, എപ്പം നോക്കിയ ഊരവേദനയാണ്. പിന്നെ ഇത് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ചെക്ക് ചെയ്തു, ഇത് ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഞാൻ കോളേജിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ 2-3 പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി. ഞാൻ കോഴിക്കോട് സ്വകാര്യ ഹോസ്പിറ്റലിൽ അവരുടെ ഫയലൊക്കെ കണ്ടിട്ട് പറഞ്ഞ് ഭയങ്കര പ്രശ്നമാണല്ലോ, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യണം, പിന്നെ അതിനുള്ള സംവിധാനമൊക്കെ ഇവിടെ ഉണ്ട് പറഞ്ഞു. അപ്പോൾ സാറേ പൈസ ഇല്ല. അത് പ്രശ്നമില്ല, നിങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടല്ലോ ചോദിച്ചു. അതുണ്ട് പറഞ്ഞു. പിന്നെ നിരന്തരം അവർ എൻ്റെ വീട്ടിലേക്ക് വിളിക്കുമായിരുന്നു ഓപ്പറേഷത്തിന് വരാൻ വേണ്ടിയിട്ട്. പിന്നെ പൈസ തർക്കാമെന്ന് കിട്ടും, അതെനിക്ക് സമാധാനമാണ്. ഞാൻ പോയില്ല. ഇത് ഉപയോഗിച്ചപ്പോൾ എനിക്കൊരു സമാധാനം ഉണ്ട്, ഞാൻ അവിടെ പറഞ്ഞതുമില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞൊക്കെയാണെങ്കിൽ പിന്നെ ഈ ചെക്ക് ചെയ്ത് അതിൻ്റെ ECG എടുത്തു, മറ്റുള്ള ടെസ്റ്റ് എടുത്തപ്പോഴൊക്കെ നോർമലായി. അപ്പോൾ എന്നോട് ഈ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ മറ്റു മരുന്നുകൾ എന്തെങ്കിലും കുടിക്കുന്നുണ്ടോ ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടെ അങ്ങനെ പറഞ്ഞു, അവിടുന്ന് പോരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതിനുശേഷം എനിക്ക് തടിക്കൊരു എനർജിയും അതുപോലെ ഒരു ധൈര്യം സന്തോഷമൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ ഇത് വാങ്ങി അന്ന് എൻ്റെ ഭാര്യ എതിർത്തിരുന്നു. 5400 റുപ്യ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ഒറ്റയെടുക്കുക ഉണ്ടാകാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞു, 6 റുപ്യ കിഡ്നി കാണിക്കാൻ വേണ്ടി കല്ലിന് കൊടുത്തില്ല, ഇതിപ്പോൾ 5400 റുപ്യ ഉള്ളൂ. അതിപ്പോൾ അതെന്താ, അപ്പോൾ ഡോക്ടർ തന്നാൽ അതിന് നെല്ലും വിലയും ഉണ്ടാവും, അല്ലാതെ നമ്മൾ വാങ്ങിയാൽ നെല്ലും വില ഉണ്ടാവില്ല. അന്ന് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതിനുശേഷം എനിക്ക് ഇത് ഉപകരിച്ചപ്പോൾ ഞാൻ രാത്രി വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്ന സമയത്ത് എൻ്റെ ഭാര്യ അതിൽ കിടന്ന്, അവൾക്ക് ഭയങ്കര ഊരവേദന, മൈഗ്രെയിൻ, തലവേദന, പിന്നെ പല അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല കേട്ടോ, ഇത് തെറ്റില്ലെന്ന് തോന്നുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ കുഴപ്പമില്ല എന്ന്. കാരണം നമ്മൾ ഡബിളാണ് വാങ്ങിയത്, ഡബിൾ വന്ന് കുട്ടികളാണ് ഒന്നിൽ കിടക്കല്. അതിൻ്റെ ശേഷം ഇപ്പോൾ അവൾ അനുജത്തിക്കും ഉമ്മാക്കും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ വേറെ പ്രശ്നം എന്താ വെച്ചാൽ ഭാര്യയ്ക്ക് വയറ്റിലൊരു മുഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാവർക്കും എൻ്റെ കൂടുതൽ ആൾക്കാർക്ക് അറിയാം. അപ്പോൾ ഞാൻ അതുമായിട്ട് മന്ത്രിപ്പഞ്ഞ് കോളേജിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇത് വെള്ളം ഞാൻ നല്ലോണം കുടിപ്പിക്കുന്നുണ്ട്. ഈ വെള്ളം
അതിനുശേഷം പിന്നെ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് ഇന്ന് വരെ ഫലം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ തെളിവ് എന്താ വെച്ചാൽ ഞാൻ രാവിലെ വരുന്ന സമയത്ത് നിങ്ങൾ പറ്റുന്ന ടൈമ കിട്ടിയില്ലാന്ന്, രാവിലെ വരുന്ന സമയത്ത് എനിക്ക് തീരെ തലവേദന, ഭയങ്കര തലവേദന. എൻ്റെ മുന്നേ സംസാരിച്ച് സാറ് പണം കൂടി കെട്ടിയതല്ല, ഇതിന് കഴിച്ചാൽ മടിച്ചു, നീ സദസ്സിന് കഴിക്കേണ്ടല്ലോ വെച്ചിട്ട് കഴിച്ചാന്ന്. ഇത് കെട്ടിയപ്പോൾ എനിക്ക് തലവേദനയും മാറി. എൻ്റെ ഭാര്യക്കും മയക്കും തലവേദന ഉണ്ട്. എന്നെ സംബന്ധിച്ചോളം നമ്മൾ കുട്ടിയോട് ചോദിക്കുമല്ലോ, നിങ്ങൾക്ക് ആരെ കാണാനോ താല്പര്യം ചോദിച്ചാൽ ഞാൻ എൻ്റെ സത്യം പറയാം. നമ്മൾ ചില ആൾക്കാർ പറയും എനിക്ക് മുഖ്യമന്ത്രിനെ കാണണം, പ്രധാനമന്ത്രി. ഞാൻ പറയും എനിക്ക് ഇതിൻ്റെ ഉടമക്കാരനെ കണ്ടിട്ട് ഒരു കൈ കൊടുക്കണം. അത്രയ്ക്ക് എനിക്ക് അനുഭവമാണ്. താങ്ക് യു.